ലഹരി ശൃംഖലകൾക്കെതിരെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് എക്സൈസിന്റെ മിന്നൽ പരിശോധന. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 93 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിൽ 5 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വ്യാപകമായ പരിശോധനകൾ നടത്തുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ 12.9 കിലോഗ്രാം കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികളെ പിടികൂടി. ഒഡീഷ കലഹന്ദി ജില്ലയിലെ ശാന്ത ഹരിജൻ, റായഗഡ ജില്ലയിലെ നിരാകർ നാഗ് എന്നിവരെയാണ് തൃശൂർ എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:50 വഞ്ചിക്കുളം ഗുഡ് ഷെഡ് കെട്ടിടത്തിന്റെ സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവർക്കെതിരെ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പിടിച്ചെടുത്ത കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും വിതരണ ശൃംഖലയെക്കുറിച്ചും അന്വേഷണം തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, AEI പ്രവീൺ കുമാർ, NR രാജു, ഗിരീഷ് പ്രിവന്റീവ് ഓഫീസർ, PB സിജോമോൻ, നിതിൻ മാധവൻ, റെനിൽ രാജൻ, ധനുഷ് കൃഷ്ണ, NR ഷാജിദ്, അനൂപ് ദാസ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ അരണാട്ടുകര സ്വദേശി പോകാക്കില്ലത്ത് വീട്ടിൽ ഹുസൈനെ എക്സൈസ് പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് ഓപ്പറേഷൻ തണ്ടർ പദ്ധതിയുടെ ഭാഗമായി ദിവാൻചി മൂലയിൽ വ്യാഴാഴ്ച നടത്തിയ റെയ്ഡിലാണ് അറസ്റ്റിലായത്. കടയിൽ നിന്നും 2 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു.